മല്ലു ട്രാവലർ റിലേറ്റഡ് ആയിട്ടുള്ള കേസിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോയെന്ന് പലരും എൻ്റെ വീഡിയോനടിയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഫ്രണ്ട്സ് പേഴ്സണലി കാണുന്ന സമയത്ത് ആ കേസ് എന്തായടെന്നൊക്കെ ചോദിക്കാറുണ്ട്. വിസിബിളി പ്രത്യക്ഷത്തിൽ സോഷ്യൽ മീഡിയയിൽ എവിടെയും ഒരു തരത്തിലുള്ള എന്താ പറയുക കേസ് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഇനി എല്ലാ ബാക്കി കോടതി പ്രൊസീജിയേഴ്സ് അത് ഇത് കേസിൻ്റെ അപ്ഡേറ്റ്സ് സംഗതികളോ ഒന്നും വിസിബിളി ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഈ പറഞ്ഞ പോലെ കോണ്ടാക്ട് ചെയ്ത് അങ്ങോട്ട് കേസ് എന്തായി എന്ന് ചോദിക്കാത്തത് കൊണ്ടും എനിക്ക് ആ കേസിൻ്റെ വലിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ വിസിബിളി ഒന്നും കാണാത്തത് കൊണ്ട് അതിലൊന്നും പറയുന്നുമില്ല. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇത് മല്ലു കേസാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മല്ലു കേസിൻ്റെ ഒരു അപ്ഡേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട്സ് തോന്നാം. എനിക്ക് തോന്നിയ പോലെ ജിയാൻ എന്ന് പറഞ്ഞ പയ്യനും ആ പയ്യൻ്റെ ലിവിങ് ടുഗെദർ ആയിട്ടുള്ള ഗേൾ ഫ്രണ്ടുമാണ് ഒരു കേസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ലേഡിയുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇന്നത്തത്: വി ആർ ഒഫീഷ്യലി ബ്രേക്കിംഗ് അപ്പ് ഡ്യൂ ടു ഫാമിലി ആൻഡ് പേഴ്സണൽ റീസൺസ്. വി ട്രൈഡ് എ ലോട്ട് ടു ബി ടുഗെദർ. Seems like world and God doesn't want us together. Thank you for all the well wishers who showered love and support all these years. പിന്നെ ആ ജിയാനും ആൻഡ് ആ ഒരു പെൺകുട്ടിയുടെ പേരും ലവ് സ്റ്റോറീസ് എൻഡഡ്, അവരുടെ ലവ് സ്റ്റോറി എൻഡഡ് എന്ന് പറഞ്ഞിട്ട് ജിയാനും സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു ലേഡിയും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതേ സാധനം സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആൻഡ് നൗ ആ ലേഡിയുടെ ഇതിൽ സ്റ്റോറി ഇല്ല, പയ്യൻ്റെ ആ സ്റ്റോറി ഇപ്പോഴും കിടക്കുന്നുണ്ട്. ദ സെയിം തിങ്. ഓക്കെ, അതായത് ഇവിടെ എന്താണോ അതെന്നെ കോപ്പി ക്യാറ്റ് ജിയാൻ ഇട്ടത് തന്നെ അപ്പുറത്ത് ആ ലേഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളാണ്. അവരെന്നെ പറയുന്നുണ്ട്, അവർക്ക് ഒപ്പം പേഴ്സണൽ ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്, ആ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഏതൊരു റിലേഷനും ബ്രേക്ക് ആകുമ്പോൾ അത് വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, റിലേഷൻ ബ്രേക്ക് ആകുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കാനുമില്ല, സങ്കടപ്പെടാനുമില്ല. റിലേഷൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ പോകണം എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഓവർ ടോക്സിക് ആയാലോ അല്ലെങ്കിൽ പറ്റ കയ്യിൽ നിന്ന് ഇനി രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് റിലേഷൻ നിർത്തിയിട്ടൊക്കെ പോവാം. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ 2 സ്റ്റോറീസ് ഈ 2 പേരും പോസ്റ്റ് ചെയ്തതായിട്ട് കണ്ടു. അപ്പോഴാണ് ഞാൻ പഴയ മെമ്മറിയിലേക്ക് പോയത്. മല്ലു ട്രാവലർ ഒരു വീഡിയോയിൽ വന്നിട്ട് ആ ഇഷ്യൂ ഉണ്ടായ ടൈമിൽ, കേസ് വന്ന ടൈമിൽ ഇങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊരു ഡൗട്ട് ഇങ്ങനെ തോന്നി. ആ പണ്ടത്തെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോ ഒന്നും കൂടി എടുത്തൊന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് കിട്ടിയത്. ഓക്കെ, നമുക്ക് മല്ലു അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോഴാണ് ഇവർ കയറി വരുന്നത്. ഇവർ ആ സമയത്ത് കയറി വന്നു. ഇവർ രണ്ടുപേരും, കപ്പിൾസ് രണ്ടുപേരും വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, ബ്രദറിനോട് ടാറ്റ പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ റൂമിലോട്ട് പോയി. അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഈ പെണ്ണിനെ കയറി പിടിക്കാനോ പീഡിപ്പിക്കണമെന്നല്ല, നമ്മളവിടെ സംസാരിച്ചു. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. സംസാരിച്ചത് എന്താ വെച്ചാൽ, ഇവർക്ക് തമ്മിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഇവർ മെയിനായിട്ട് എൻ്റെ അടുത്ത് ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ്, പ്രൊമോഷൻസ് എന്തെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുമോ എന്ന് ചോദിക്കാൻ എൻ്റെ അടുത്ത് വന്നത്. കാരണം ആ പെണ്ണ് നാട്ടിലോട്ട് വരുമ്പം 5-8 ലക്ഷം രൂപ എങ്ങാണ്ട് കൊണ്ടുവന്നു. ആ പൈസ അവർ കംപ്ലീറ്റ് ചിലവാക്കി തീർന്നു. അവരുടെ അടുത്ത് വേറെ പൈസ കാര്യങ്ങളൊന്നുമില്ല. ഈ പയ്യനാണെങ്കിൽ അന്നും ഇന്നും ഒരു പണിക്കും പോകണില്ല. ആ പെണ്ണ് കൊണ്ടുവന്ന പൈസയുടെ മുകളിലാണ് ഇവർ ജീവിക്കുന്നത്. ഇവൻ ഒരു പണിക്കും പോകണില്ല. അപ്പോൾ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ അവർ വന്നത്. മല്ലു അന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഓക്കെ, അതായത് മല്ലുവിൻ്റെ അടുത്ത് ഒരു ഡിസ്കഷന് പോയത്, അതായത് മല്ലുവിൻ്റെ അടുത്തേക്ക് ഇവരെത്തിയത് ഇവരുടെ പ്രശ്നങ്ങൾ കാരണം, ഓക്കെ, അതായത് അവർക്ക് മുന്നോട്ട് പോകാൻ ആരാണെങ്കിലും മുന്നോട്ട് പോകാൻ കാശ് വേണമല്ലോ. അപ്പോൾ കാശ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള വഴി നോക്കണം. ഓക്കെ, അപ്പോൾ അത് ഒന്നിനും റെഡിയല്ല. പക്ഷെ ഞാൻ മുന്നോട്ട് ജീവിക്കും, എനിക്ക് കാശാണ്, അത് വന്ന വഴിക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നത് ഞാൻ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. എന്നാണെങ്കിലും ഇഷ്യൂ ഇങ്ങനെ കാര്യങ്ങൾ, അതായത് കാശ് മെയിൻ ഇഷ്യൂ ആണ്. പിന്നെ ഇവർ തമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നു എന്നാണ് അന്ന് മല്ലു പറഞ്ഞത്. അപ്പോൾ അവിടെ മല്ലു പറഞ്ഞു തുടങ്ങുന്നതും പറഞ്ഞു വെക്കുന്നതും ഇവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അപ്രോച്ച് ചെയ്തു, എന്നിലേക്ക് എത്തി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ സ്റ്റോറി ഇങ്ങനെ കണ്ട് ഞാൻ പിന്നെ ആലോചിച്ചത് പെട്ടെന്ന്, കാരണം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്കിങ് ആയത് ഈ സംഗതിയാണ്. അപ്പോൾ ഇവർ സംസാരം തുടങ്ങി. ആ പെണ്ണ് ഇംഗ്ലീഷ് സംസാരിക്കും, ഇപ്പം മലയാളത്തിൽ സംസാരിക്കും. അപ്പം ഇവനോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവനെ പറഞ്ഞു വെച്ചാൽ, ബ്രോ എനിക്ക് മതിയായി, എനിക്ക് മടുത്തിന്. ഓക്കെ, എനിക്കൊരു യൂറോപ്പിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവരുടെ കൂടെ യൂറോപ്പിൽ പോകും. പക്ഷേ ഇവൾക്ക് ഇവനെ വേണ്ട,
ഇവന് ഉറപ്പിച്ച് പറഞ്ഞ വെച്ചാൽ ഇവനിക്ക് ഇവളെ മടുത്ത് വേണ്ട, തലവേദനയാണ്, കാരണം എനിക്ക് പണിക്കൊന്നും പോകാൻ കഴിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ബ്രോ നിന്നെ വിശ്വസിച്ചൊന്നും കുട്ടിയല്ല, അപ്പം നീയല്ല നോക്കേണ്ടത്. അപ്പോൾ അവൻ പറഞ്ഞു, അതല്ല എനിക്ക് മതിയാനി, ഞാൻ കൊന്നാലും പണിക്ക് പോലെ, ഞാൻ ഇവിടെ നാട്ടിൽ വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പണിക്ക് പോലാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതാണ് അവൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ ആക്ച്വലി ഈ മല്ലു മല്ലു ആ ഇഷ്യൂ ഉള്ളപ്പോഴാണ് ഈ വീഡിയോ പുറത്തുനിന്ന് എബ്രോഡിൽ നിന്ന് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. അന്ന് ഈ മല്ലു ഈ വീഡിയോനകത്ത് കൃത്യമായി പറഞ്ഞു വെക്കുന്നത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മല്ലുവിൻ്റെ അടുത്ത് നറേറ്റ് ചെയ്ത് കൊടുത്ത ഒരു വേർഷൻ എന്നാണ് മല്ലു പറയുന്നത്. ഇനിയിപ്പോൾ മല്ലു അന്ന് ഈ മല്ലു വീഡിയോ ഇട്ട സമയത്ത് മല്ലു തള്ളിയതാണ്, അല്ലെങ്കിൽ മല്ലു അങ്ങനെ കഥ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ മല്ലു ഇത് കാര്യമായിട്ട് പറയുന്നവരാണ്. ഇത് രണ്ട് സൈഡും വിശ്വസിക്കുന്നവരും കാണുന്നവർക്കൊക്കെ ആ ഒരു രീതിയിൽ എടുക്കാമല്ലോ. ഏത് സൈഡ് വേണമെങ്കിലും നമുക്കത് തിങ്ക് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ മല്ലു തള്ളിയതാണ്, അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ മല്ലു ശരിക്കുള്ള കാര്യം പറയാണ്. വാട്ടെവർ, ഇറ്റ്സ് അപ്പ് ടു യു. കാണുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അതൊക്കെ. പക്ഷെ മല്ലു ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇനി മല്ലു പറഞ്ഞ പോലെ അന്ന് തുടങ്ങിയതാണോ ഈ പ്രശ്നങ്ങൾ ഇന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സ്റ്റോറിയിൽ എൻഡായത്, അതോ ഇനിയിപ്പോൾ ഈ സ്റ്റോറി രണ്ടുപേരും ഇട്ടിട്ടുള്ളത് ചിലപ്പോൾ നാളെ ഇവർ തമ്മിൽ, ഞാൻ പറയുന്നത് എല്ലാം ക്ലിയർ ആയിട്ട് ഒന്നാവട്ടെ എന്നാണ്. പ്രശ്നങ്ങളൊക്കെ പലരുടെ ഇടയിലൊക്കെ സംഭവിക്കൂടെ, ഓക്കെ. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനൊരു കേസും കൂടി നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനൊരു സാധനം സോഷ്യൽ മീഡിയ വഴിയില്ല, ഞങ്ങളുടെ സ്നേഹം ഇവിടെ എൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കേസിൻ്റെ ലൈഫ് എന്താവും മുന്നോട്ട് എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ. ഒരാൾക്ക് സ്റ്റാൻഡ് എടുക്കേണ്ട ഒരു സാധനമാണ് ഈ കേസ്. അതോ അവർ വേറൊരു സിറ്റിസണാണ് ആ ലേഡി. അപ്പോൾ അവർക്ക് ഇവിടെ ഒരു ഹെൽപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ടോ നിൽക്കേണ്ട ഒരാളവിടെ, അതൊക്കെ ഇനിയിപ്പോൾ ഫ്രണ്ടായിട്ട് ഇത് ഓക്കെ, ലവ് എൻഡ് ചെയ്തു, ഫ്രണ്ടായിട്ട് ഞാൻ മുന്നോട്ടുണ്ടാവും എന്നുള്ള സ്കീമാണെങ്കിൽ ദെൻ ഇറ്റ്സ് ഫൈൻ, നോ വറീസ്. അവൾ എന്നോട് എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാം. അങ്ങനെ അവൻ പുറത്ത് നിന്നു, ഡോർ ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല, പുറത്ത് നിന്നു. ഓക്കെ, പുറത്ത് നിന്നു. അവൾ പറഞ്ഞു വെച്ചാൽ എനിക്ക് ഇവനെ മതിയായി, ഇവൻ പണിക്കൊന്നും പോകുന്നില്ല, ഞാൻ തിരിച്ച് സൗദിയിലെ പോക്കാണ്. ഇപ്പം എൻ്റെ കാലിന് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. 19-ാം തീയതി എങ്ങാണ്ട് അതിൻ്റെ ഒരു ചെക്കപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സൗദിയിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് ഞാൻ അവിടെ ജോലി അന്വേഷിക്കലാണ്. എനിക്ക് നിങ്ങളെന്ന് ജോലി തരാൻ വേണ്ടി സഹായിക്കണം എന്ന് പറഞ്ഞു. അതാണ് അവരുടെ ആവശ്യം. ഓക്കെ, ഇവനോട് ചോദിക്കാൻ തുടങ്ങി. ഇവൻ പറഞ്ഞു ബ്രോ മടുത്ത് തന്നെ. അവളോടേക്കും അവൾ പറഞ്ഞു എനിക്കും മടുത്ത്. അപ്പോൾ രണ്ടാളിരുത്തി ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പിരിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിരിഞ്ഞോ. അപ്പോൾ അവൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, എനിക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് വേണം, അതിനാണ് ഞാൻ ഇവനെ കെട്ടിയത്. അവളത് പച്ചക്ക് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു മല്ലു അന്ന് ആ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. പിന്നെ മല്ലു അന്ന് ആ ഫാമിലി ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് അവരെ പുറത്ത് വേറൊരു രാജ്യത്തുള്ള ലേഡിയാണ്. അവരുടെ ഫാമിലിക്ക് ഒരിക്കലും ഈ സംഗതികളൊന്നും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ഇത്രയും പെട്ടെന്ന് മലയാളി ചെക്കൻ മറ്റേ സൗദി വനിത എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ ആക്സെപ്റ്റ് ആവുമോ എന്നുള്ള ചോദ്യമൊക്കെ ഇതേ ഒരു വീഡിയോനകത്ത് ഞാൻ ഇവരോട് ചോദിച്ചിരുന്നു എന്നൊക്കെ മല്ലു പറയുന്നുണ്ട്. പിന്നെ ആ ചാറ്റ് ചെയ്യാൻ എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല, ഞാൻ എടുത്ത് വെച്ചതുണ്ടായിരുന്നു, ഒന്നുകൂടി നോക്കട്ടെ. ആ ചാറ്റിനകത്തൊക്കെ എനിക്ക് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ എന്തൊക്കെയോ അവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതായിട്ട് ആ ഒരു ചാറ്റിനകത്ത് ഇങ്ങനെ പഴയത് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. സോ എനിക്ക് പെട്ടെന്ന് ഈ രണ്ട് സ്റ്റോറി, ഇവരുടെ രണ്ടുപേരുടെ ഈ ഒരു ലവ് സ്റ്റോറി എൻഡായി എന്നുള്ള സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ആണ് മല്ലുവിൻ്റെ. മല്ലു എറിഞ്ഞതാണോ, മല്ലു ഇനി അവർ പോയി പറഞ്ഞ കാര്യങ്ങൾ മല്ലു പറഞ്ഞതാണോ, എന്താണെങ്കിലും അന്വേഷണത്തിലിരിക്കുന്ന കാര്യങ്ങളാണ്, കേസാണ്. ഞാൻ പറഞ്ഞ ഈ ലൈക്ക് എന്താ പറയുക, സാധാരണ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നുമല്ലോ ഇവിടെ. ഇപ്പോൾ പെട്ടെന്ന് ഇവരിങ്ങനെ ബ്രേക്കപ്പ് പോയി, മല്ലു അന്ന് മുതലേ പ്രശ്നങ്ങളുണ്ടെന്ന് മല്ലു പറയുന്നുണ്ട്, പ്രശ്നം തീർക്കാനാണ് മല്ലുവിൻ്റെ അടുത്ത് നിന്നതെന്ന് മല്ലു പറയുന്നുണ്ട്. എന്താണെങ്കിലും ഒരു ലവ് സ്റ്റോറി എൻഡാവുന്നത് കുറച്ച് എന്താ പറയുക സാഡാണ്. പക്ഷെ അത് ടോക്സിക് ആയൊരു സാധനമാണ് എൻ്റെ ആവുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാത്ത ഒരു സ്ഥലത്ത് വളരെ നല്ല രീതിക്ക് എൻഡാക്കുന്നതും ഇറ്റ്സ് ഫൈൻ. ഓക്കെ, കാരണം മുന്നിക്കൊരു ബേർഡൻ കൊണ്ടുപോകണ്ടല്ലോ. അതോ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ലൈഫിൽ ഇനിയിപ്പോൾ അത് ഓക്കെ ആവുകയാണെങ്കിൽ അതും അടിപൊളിയാണ്. ഇനി അല്ല രണ്ടുപേരും ഓക്കെ ലവ് സ്റ്റോറി കഴിഞ്ഞു ഇനി ഫ്രണ്ട്ഷിപ്പ് തുടങ്ങാമെന്നുള്ള ഫ്രണ്ടായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഒരു കേസ് കൂടെ പോകുന്നുണ്ട് അപ്പുറത്തൊരു സൈഡിൽ കൂടി. അപ്പോൾ ഒരാളെ വിശ്വസിച്ചിട്ടായിരിക്കുമല്ലോ അവിടെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കി ശരിക്കാണ്ട് പോട്ട് അല്ലേ. അപ്ഡേറ്റ്സൊക്കെ വരുമായിരിക്കും ഇവിടെ കേസിൻ്റെ, അറിയില്ല, ഞാനായിട്ട് ചോദിച്ചിട്ടില്ല. എനിക്ക് ആകെ ചോദിക്കാൻ പറ്റിയ ആൾക്കാർ എനിക്ക് ഇവർ രണ്ടുള്ളൂ ചോദിക്കാൻ പറ്റില്ല. പിന്നെ ചോദിക്കാൻ പറ്റുന്ന മല്ലുവിനോടാണ്, ഞാൻ ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ചോദിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം.